ഗൗരവ് റെയിൽവേ സ്റ്റേഷനടുത്ത് ഗോപി ആലു പറാത്ത തയ്യാറാക്കിക്കൊണ്ട് വിറ്റുകൊണ്ടിരുന്നു. വരൂ വരൂ, ചൂടുള്ള ഗോപി ആലു പൊറോട്ട കഴിക്കൂ. ഗൗരവിന്റെ വീട്ടിൽ അവന്റെ അമ്മ, ഭാര്യ, പിന്നെ അവന്റെ മകളും ഉണ്ടായിരുന്നു. ഗൗരവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കും. എന്നാലും അദ്ദേഹത്തിന് കഷ്ടപ്പാടിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചില്ല. നോക്കൂ, ഗോപി ആലു പറാത്ത ചെയ്യാൻ ഒരുപാട് ചിലവാകുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ സാധാ പറാത്ത വിറ്റ് നോക്കൂ. അതുകൊണ്ട് നമുക്ക് ചിലവും കുറയും, നമ്മുടെ ലാഭവും കൂടും. ഇല്ല, ഞാനങ്ങനെ ചെയ്യില്ല. സാധാരണ പൊറോട്ട ആർക്കും ഇഷ്ടമല്ലെന്നേ. അച്ഛൻ ഗോപി ആലു പൊറോട്ടയാണ് ചെയ്തു വിറ്റിരുന്നത്. അതുകൊണ്ട് ഞാനും ഇത് തന്നെ ചെയ്യും. ഗൗരവിന് പലതരം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് പലതരം ഡിമാൻഡ്സും ഉണ്ടായിരുന്നു. ചേട്ടാ, പൊറോട്ട മാത്രമല്ല ഗോപി ആലുവും കുറച്ച് തരൂ. പിന്നെ എനിക്ക് പൊറോട്ടയുടെ കൂടെ പച്ചക്കറി വേണം. എനിക്ക് പൊറോട്ടയുടെ കൂടെ അച്ചാറ് തരണം. എനിക്ക് പൊറോട്ടയുടെ കൂടെ തൈര് വേണം. ഗൗരവിന് ചില സമയത്ത് തന്റെ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ്സ് കേട്ട് മടുത്തു പോകും. പൊറോട്ടയുടെ കൂടെ നിങ്ങൾക്ക് പച്ചക്കറി വേണമെങ്കിൽ നിങ്ങൾ പ്രത്യേകം പണം തരണം. എനിക്ക് പ്രത്യേകിച്ചൊന്നും തരാൻ പറ്റില്ല. കണ്ടോ കണ്ടോ, ഈ ഗൗരവ് പച്ചക്കറിക്ക് പ്രത്യേകം പൈസ ചോദിക്കുന്നു. വരൂ വരൂ, നമുക്ക് ആർക്കും ഈ കടയിൽ നിന്ന് കഴിക്കണ്ട. അയ്യോ, ഒരു നിമിഷം, നിങ്ങൾ എവിടെ പോകുന്നു? ഒന്ന് നിൽക്കൂ. ഒരു ദിവസം ഗൗരവ് വളരെ വിഷമിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. എന്തു പറ്റി? ഇപ്പോൾ കസ്റ്റമേഴ്സ് വരുന്നത് കുറഞ്ഞുകൊണ്ടേ വരുന്നു. ജനങ്ങൾക്ക് പണം തരാനും താല്പര്യമില്ല. എന്നാൽ തൈര്, അച്ചാറ്, പച്ചക്കറി ഇതെല്ലാം ചോദിക്കുന്നു. വരൂ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. അപ്പൊ ഒന്ന് റിഫ്രഷ് ആകും. നമ്മുടെ അടുത്ത് ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകാനുള്ള പണമൊന്നുമില്ല. അതുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് നമുക്ക് പോകാം. ഗൗരവ് ചുറ്റിക്കാണാൻ അമ്മായിമ്മയുടെ വീട്ടിൽ ചെന്നു. അതൊരു ഗ്രാമമാണ്. വഴിയിൽ ഗൗരവിനും ഗൗരവിന്റെ ഭാര്യയ്ക്കും വളരെ ദാഹിച്ചു. അവർക്ക് എവിടെ നിന്നോ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേട്ടു. ഈ അരുവിയുടെ ശബ്ദം കിഴക്ക് ദിശയിൽ നിന്നാ വരുന്നത്. ഗൗരവും അവന്റെ ഭാര്യയും കിഴക്ക് ഭാഗത്തിലേക്ക് പോയി. അവർ കുറച്ചകലെ വെള്ളച്ചാട്ടവും കണ്ടു. ഈ അരുവി കാണാൻ നല്ല രസം. ഗൗരവും അവന്റെ ഭാര്യയും വെള്ളം കുടിച്ച് അവരുടെ ദാഹം മാറ്റി. അതോടൊപ്പം കൈകാലം കഴുകി. അവരവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ആരോ വേദനയിൽ പിടയുന്ന പോലെ ശബ്ദം കേട്ടു. ഈ ശബ്ദം വെള്ളച്ചാട്ടത്തിന്റെ പുറകെ നിന്നാണ് കേൾക്കുന്നത്. അരുവിയിലേക്ക് ഒന്ന് ചാടി നോക്കണം. അപ്പോഴേ അവിടെ എന്താണുള്ളതെന്ന് മനസ്സിലാകൂ. പക്ഷെ വെള്ളച്ചാട്ടത്തിന്റെ അകത്തേക്ക് പോകുന്നത് ഒരു ആപത്തായാലോ? ഇത് എന്തെങ്കിലും ട്രാപ്പായി കൂടിയിരിക്കാം. അപ്പോഴാണ് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ശബ്ദം കേട്ടത്. ഞാൻ ഒന്നിനു വേണ്ടിയും ഇവിടെ വലവീശിയതല്ല. എന്നെ രക്ഷിക്കൂ. ഞാനൊരു സ്വാമിയാണ്. എന്നെ ഇവിടെ നിന്നും മോചിപ്പിക്കൂ. ഞാൻ ആ അരുവിക്കകത്ത് പോയി നോക്കാൻ പോകുക. ഒരുപക്ഷെ ഞാൻ അവിടെ അകപ്പെട്ടാൽ എന്നെ പോലെ ആരെങ്കിലും സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കില്ലേ? ഗൗരവ് വെള്ളച്ചാട്ടത്തിൽ ചെന്നു. അവിടെ നോക്കുമ്പോൾ ഒരു മുനിയെ മുള്ളുകൊണ്ടുള്ള തൂണിൽ കെട്ടിയിട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പുറത്തു നിന്ന് രക്തം വന്നു. നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെ ഇവിടെ അകപ്പെട്ടു? ഞാൻ നിന്നോട് എല്ലാം പറയാം. ആദ്യം എന്നെ ഒന്ന് മോചിപ്പിക്കൂ. ഗൗരവ കെട്ടയച്ചിട്ടു. മുനി ഇപ്പോൾ മോചിതനായി. നിനക്ക് ഒരുപാട് ഒരുപാട് നന്ദി. ഞാൻ ഒരു സ്വാമിയാണ്. എന്റെ അടുത്ത് ചില ശക്തികളുമുണ്ട്. മനുഷ്യരുടെ ആഗ്രഹങ്ങളെല്ലാം എനിക്ക് നിറവേറ്റാൻ കഴിയും. ജനങ്ങൾ എന്റെ ശക്തി തെറ്റായി ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ അവരുമായി അംഗീകരിക്കാത്തപ്പോൾ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇതുപോലെ അടച്ചു വെച്ചു. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ യഥാർത്ഥത്തിൽ ശക്തി ഉണ്ടെങ്കിൽ നിങ്ങളെന്താ അതുപയോഗിച്ച് വെളിയിലേക്ക് വരാത്തത്? ഞാൻ എന്റെ ശക്തികൾ ഒരിക്കലും എനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പാടില്ല. ശരി സ്വാമി, ഞാനെന്നാൽ പുറപ്പെടുക. എനിക്കെന്റെ അമ്മായിയമ്മ വീട്ടിലെത്തണം. ഒരുപാട് ലേറ്റായി. നീ എന്തിനാണ് വെറും കൈയോടെ പോകുന്നത്? നീ എന്നെ സഹായിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ നിന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് ചോദിക്ക്. ഇല്ല സ്വാമി, ഞാൻ എന്റെ ജീവിതത്തിൽ കഠിനമായി അധ്വാനിച്ച് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു. ഗൗരവ് പറഞ്ഞത് കേട്ട് മുനി സന്തോഷിച്ചു. അവർ മനസ്സിനുള്ളിൽ ഗൗരവിനെ ആശീർവദിക്കുകയും ചെയ്തു. ഗൗരവ് അമ്മായിമ്മയുടെ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം വീണ്ടും തന്റെ ഗോപി ആലു പറാത്ത ബിസിനസ് തുടങ്ങി. വരൂ വരൂ, ചൂടുള്ള രുചിയുള്ള ആലു ഗോപി പൊറോട്ട കഴിക്കൂ. വരൂ വരൂ. കസ്റ്റമേഴ്സ് വീണ്ടും അവരുടെ ഡിമാൻഡുകൾ ചോദിക്കാൻ തുടങ്ങി. ഇവിടെ നോക്കൂ, പൊറോട്ടയുടെ കൂടെ പച്ചക്കറി വേണം. എന്നാൽ പച്ചക്കറിയൊന്നുമില്ല. അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പറാത്തയിൽ നിന്ന് ഉപ്പേരി പുറത്തേക്ക് വന്നത്. എനിക്ക് പൊറോട്ടയോടൊപ്പം തൈര് വേണം. എന്റെ അടുത്ത് തൈരുമില്ലല്ലോ. പക്ഷെ പെട്ടെന്ന് ആ കസ്റ്റമറിന്റെ പറാത്തയ്ക്ക് പുറത്ത് തൈരും പുറത്തു വന്നു. എനിക്ക് പൊറോട്ടയുടെ കൂടെ അച്ചാറ് വേണം. എന്നാൽ എന്റെ അടുത്ത് അച്ചാറുമില്ല. അപ്പോഴാണ് മൂന്നാമത്തെ കസ്റ്റമറിന്റെ പ്ലേറ്റിൽ നിന്ന് അച്ചാറും വന്നത്.
അവിടെയുള്ളവർ ആശ്ചര്യപ്പെട്ടു നോക്കി. ഇതെന്താണിത്? ഞാൻ 3 പേർക്കും പച്ചക്കറിയും തൈരും അച്ചാറും കൊടുത്തില്ലല്ലോ. എന്നാൽ ഇതെല്ലാം ഇവരുടെ പ്ലേറ്റിൽ എങ്ങനെ വന്നു? അപ്പോഴാണ് ഗൗരവ് ഇതിനു മുന്നേ വെള്ളച്ചാട്ടത്തിനുള്ളിൽ രക്ഷിച്ച് മുനി അവിടേക്ക് വന്നത്. ഇവിടെ നോക്കൂ, 2 പൊറോട്ട തരൂ, തൈരും അച്ചാറും പച്ചക്കറിയും തരൂ. അങ്ങനെ പറഞ്ഞ് മുനി അപ്രത്യക്ഷിതപ്പെട്ടു. ഈ അത്ഭുതങ്ങളെല്ലാം ആ മുനി കാരണമാണ് സംഭവിക്കുന്നതെന്ന് ഗൗരവിന് ഇപ്പോൾ മനസ്സിലായി. ഇപ്പൊ ഗൗതമിന്റെ അടുത്തേക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു. എല്ലാവരും പറാത്ത കഴിക്കാനാണ് വന്നത്. അവരുടെ പറാത്തയ്ക്കൊപ്പം ഉപ്പേരി, തൈര്, അച്ചാറ് എന്ത് ചോദിച്ചാലും അതാ പറാത്തയിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവരുടെ പ്ലേറ്റിലേക്ക് വരും. ഗൗരവ് സത്യസന്ധമായി പറാത്തയുടെ പൈസ മാത്രം വാങ്ങിക്കൊണ്ടിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് ഗൗരവ് വലിയ പണക്കാരനുമായി. ഗൗരവ് എല്ലാവരോടും നടന്ന സത്യം പറഞ്ഞു. അതായത് ഒരു മുനി കാരണമാണ് ഈ അത്ഭുതങ്ങൾ നടക്കുന്നത് എന്ന്. അദ്ദേഹത്തെയാണ് ഗൗതം വെള്ളച്ചാട്ടത്തിനകത്ത് രക്ഷിച്ചത്. പിന്നെ ആ മുനി വെള്ളച്ചാട്ടത്തിനടുത്തിരുന്ന് തപസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഗൗരവിന്റെ അടുത്ത് ദീപക് എന്നാൾ പറാത്ത തള്ളുവണ്ടി വെച്ചുകൊണ്ടിരുന്നു. അദ്ദേഹവും പറാത്ത തന്നെയാണ് വിറ്റത്. അവനെന്ത് ചിന്തിച്ചെന്നോ, അവനും ആ മുനിയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിച്ചാൽ ഗൗരവിനെ പോലെ പണക്കാരനാവാമെന്ന് ആഗ്രഹിച്ചു. ദീപക് ഗൗരവിനോട് സംസാരിക്കുന്ന മട്ടിൽ ആ മുനി എവിടെയുണ്ടെന്ന് അവൻ ചോദിച്ചറിഞ്ഞു. ദീപക് തോക്കുമെടുത്തുകൊണ്ട് ആ മുനിയുടെ അടുത്തേക്ക് ചെന്നു. നീ ആരാണ്? ഇവിടെ എന്ത് ചെയ്യുന്നു? വായടക്കേ, എന്റെ പേര് ദീപക്. ഞാൻ ഗൗരവിന്റെ കടയുടെ അടുത്താ കടയിട്ടിരിക്കുന്നത്. നിങ്ങൾ അവന് വരം കൊടുത്ത് വലിയ തെറ്റ് ചെയ്തു. നീ തെറ്റിദ്ധരിച്ചതാണ്. ഗൗരവ് സത്യത്തിൽ നല്ല വ്യക്തിയാണ്. ഞാൻ അവന് ഒരു വരവും കൊടുത്തിട്ടില്ല. എപ്പോഴും നന്നായിരിക്കുന്ന ഞാൻ അവനെ അനുഗ്രഹിച്ചതേ ഉള്ളൂ. കിഴവാ, എന്നോട് അധികം സംസാരിക്കണ്ട. മര്യാദയ്ക്ക് എനിക്കും അതുപോലെ ഒരു വരം താ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ തന്നെ കൊന്നുകളയും. അങ്ങനെയൊന്നും ആർക്കും അനുഗ്രഹിക്കാൻ പറ്റില്ല മോനെ. തനിക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ദീപക് മുനിയുടെ കഴുത്തിലേക്ക് പിടിച്ചു. അവൻ അദ്ദേഹത്തിന്റെ കഴുത്തിനെരിച്ച് ഇങ്ങനെ പറഞ്ഞു. വേഗം അനുഗ്രഹിച്ചോ, അല്ലെങ്കിൽ തന്റെ ജീവൻ ഞാനിങ്ങെടുക്കും. ശരി, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അടുത്ത ദിവസം ദീപക് വളരെ സന്തോഷിച്ച് അവന്റെ ബിസിനസ്സും തുടങ്ങി. ദീപക് കസ്റ്റമേഴ്സിന്റെ പ്ലേറ്റിൽ പറാത്ത വെച്ച് കൊടുത്തപ്പോൾ ആ പ്ലേറ്റിൽ പറാത്തയ്ക്ക് മുകളിൽ പാമ്പുകൾ ഉണ്ടായിരുന്നു. ദീപക് കസ്റ്റമേഴ്സിന്റെ പ്ലേറ്റിൽ എത്ര തവണ പറാത്ത വെച്ചാലും എല്ലാ തവണയും പാമ്പുകൾ വന്നു. കസ്റ്റമേഴ്സ് ദീപകിന്റെ കയ്യിൽ നിന്ന് പറാത്ത വാങ്ങുന്നത് നിർത്തി. എല്ലാ കസ്റ്റമേഴ്സും ഗൗരവിന്റെ കയ്യിൽ നിന്ന് പറാത്ത വാങ്ങി. ഗൗരവ് കസ്റ്റമേഴ്സിന്റെ തിരക്ക് വളരെ കൂടിയെന്ന് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് 2 വേലക്കാരെ നിർത്തിക്കൊണ്ട് ഗൗരവ് ഒരു റെസ്റ്റോറന്റ് തുറന്നു. അങ്ങനെ സത്യസന്ധത പ്രയത്നം കൊണ്ട് ബിസിനസ്സിൽ മുന്നേറി ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചു. ഈ കഥ കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിന്റെയാണ്. ഇവിടുത്തെ എല്ലാ ആൾക്കാരും അവരുടെ പറമ്പിൽ ധാന്യത്തിന് പകരം തെങ്ങിന്റെ മരമാണ് വെക്കുന്നത്. സാന്റോ, ഏയ് സാന്റോ, സാന്റോ എവിടെയായിരുന്നു? കാണാനേ ഇല്ല. അതെ ചേട്ടാ, എനിക്ക് അസുഖമായിരുന്നു. നിനക്ക് എന്താ അസുഖ ഉണ്ടായത്? ഇന്നലെ രാത്രി നന്നായി മഴ നനഞ്ഞ വസ്ത്രത്തിലാണ് ഞാൻ ഉറങ്ങിയത്. പിന്നെ രാവിലെ എണീറ്റ് നോക്കിയപ്പോ ശരീരം മുഴുവൻ വേദനയായിരുന്നു. എപ്പോഴും ആരോഗ്യം ശ്രദ്ധിക്കണം മോനെ. മഴ നനയാനൊന്നും ഒരിക്കലും പോവരുത്. അല്ല ചേട്ടാ, നിങ്ങൾക്കറിയാവുന്നതല്ലേ ഞങ്ങളുടെ ഗ്രാമത്തിൽ എങ്ങനെയാണ് മഴ പെയ്യുന്നതെന്ന്? ചിലപ്പോൾ സൂര്യപ്രകാശം കാണാൻ പറ്റും, എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആകാശത്ത് മഴമേഘം നിറയും, പിന്നെ മഴ പെയ്യാനും തുടങ്ങും. അതുകൊണ്ടാണ് മോനെ എല്ലാ ആൾക്കാരും പറയുന്നത്, സൂര്യൻ ഉദിച്ചിട്ടുണ്ടെങ്കിലും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയ പിന്നെ തീർച്ചയായും മഴ പെയ്യും. എപ്പോഴാണ് മഴമേഘങ്ങൾ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ആർക്കെങ്കിലും അറിയാമോ? പിന്നെ പറയൂ, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് പറമ്പില് തെങ്ങിൻ തൈ നടാൻ വേണ്ടി പോയി. അല്ല, നീ എന്താ ചെയ്യുന്നത്? പുതിയ ചെടി വല്ലതും നടുന്നുണ്ടോ? നാളെ അസുഖം ഭേദമാവുമെങ്കിൽ ഞാൻ നാളെ തന്നെ ജോലിക്ക് പോകാൻ തുടങ്ങും. ശരി മോനെ, എന്റെ കയ്യിൽ കുറച്ച് ചെടികൾ കൂടിയുണ്ട്. അത് നിനക്ക് ഉപയോഗപ്രദമാവും. നാളെ രാവിലെ വന്ന് നീ അത് വാങ്ങിച്ചോളൂ. ശരി ചേട്ടാ. ചേട്ടൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകും. പോയി വയലൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് തിരിച്ചു വരാം. എത്ര ചെടി നടണമെന്നറിയാലോ. സന്തു അവന്റെ കൃഷിഭൂമിയുടെ അടുത്ത് പോകുന്ന വഴിയിൽ അവൻ നാരായണിയെ കാണും. ആരോഗ്യം എങ്ങനെയുണ്ട് സന്തു? ചേട്ടൻ പറഞ്ഞു നിനക്ക് എന്തോ സുഖമില്ലെന്ന്. ഇന്നേക്ക് സുഖമായിരിക്കുന്നു. നീ എവിടെയാ പോകുന്നത്? അച്ഛന്റെ കൂടെ പറമ്പിൽ ചെടികൾ നടാനായി പോയതാ. ഞാനും വയലിലേക്ക് തന്നെയാ പോകുന്നത്. വെറുതെ ഒന്ന് അനുമാനിക്കാൻ വേണ്ടിയാ എത്ര തൈകൾ ആവശ്യമായി വരുമെന്നത്. ആണോ? പിന്നെ അച്ഛൻ പറഞ്ഞു നിനക്ക് എപ്പോഴാണോ ഉറപ്പുള്ള വീടുണ്ടാകണേ
അപ്പോഴേ നമ്മളുടെ കല്യാണം നടത്തുകയുള്ളെന്ന്. ഇല്ലെങ്കിൽ അച്ഛൻ എനിക്ക് വേണ്ടി വേറെ ബന്ധം നോക്കുമെന്ന്. അച്ഛനോട് പറയണം ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന്. ഈ വർഷം അവസാനത്തോടെ എന്റെ സ്വന്തം വീട് ഞാൻ പണിത് തീർക്കും. ഇനി പുതിയ ബന്ധം കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ര പറഞ്ഞിട്ട് സന്തു അവന്റെ പറമ്പിലേക്ക് പോകും. പിന്നെ നാരായണിയും അവളുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങും. നാരായണി പറഞ്ഞത് കേട്ടിട്ട് ഇപ്പൊ സന്തു കുറച്ച് വിഷമിക്കാൻ തുടങ്ങി. ഇപ്പൊ അവന് എങ്ങനെയെങ്കിലും ഉറപ്പുള്ള വീട് ഉണ്ടാക്കിയാ മതി. ഈ വർഷവും എനിക്ക് സ്വന്തമായൊരു വീട് പണിയാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നാരായണിയുമായുള്ള കല്യാണം നടക്കില്ല. ഇത്തവണ കഠിനാധ്വാനം ചെയ്ത് കൂടുതൽ വിളവ് ഉണ്ടാക്കിയെടുക്കണം. സന്തു കൃഷിഭൂമിയിലേക്ക് പോകും. എന്നിട്ട് അളന്നു നോക്കിയിട്ട് വരും. അവന് എത്ര ദൂരത്തിൽ ചെടികൾ നടാൻ പറ്റുമെന്ന്. വീട്ടിൽ വന്നിട്ട് അവൻ ഭക്ഷണം ഉണ്ടാക്കും. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവൻ ഉറങ്ങാനായി പോകും. നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് വയലിലേക്ക് പോകണം. അതുകൊണ്ട് ഇന്ന് നേരത്തെ കിടന്നുറങ്ങാം. സന്തു വിളക്കടച്ചിട്ട് കിടന്നുറങ്ങും. അടുത്ത ദിവസം രാവിലെ അവൻ നേരത്തെ എണീക്കും. എന്നിട്ട് ചെടികൾ എടുക്കാനായി ചേട്ടന്റെ വീട്ടിലേക്ക് പോകും. ചേട്ടാ, അതെ ചേട്ടാ, ഞാൻ വന്നു. നാളികേര തൈകൾ തരാമോ? അകത്തേക്ക് വരൂ മോനെ, ഞാൻ ഭക്ഷണം കഴിക്കുക. നീയും കുറച്ച് ഭക്ഷണം കഴിച്ചോ, എന്നിട്ട് തൈകൾ എടുക്കാം. വേണ്ട ചേട്ടാ, ഇപ്പൊ തന്നെ നേരം വൈകി. ഇങ്ങോട്ട് വരുമെന്നേ, എന്തിനാ നാണിക്കുന്നത്? ഇത് മോന്റെയും വീടല്ലേ. ഇതാ മോളെ, ഈ ഭക്ഷണം അവനെ കൊണ്ടുപോയി കൊടുക്ക. അവൻ അകത്തോട്ട് വരുന്നില്ല. ശരി അച്ഛാ. സരോജിനി ഒരു പാത്രത്തിൽ ഇഡ്ലി, വടയും ചട്നിയും എടുത്തോണ്ട് പോകും. എന്നിട്ട് സന്തുവിന് കൊടുക്കും. ഇന്നാ ചേട്ടാ, നാസ്ത കഴിച്ചോളൂ. എന്നിട്ട് നാശ്ത കഴിക്കാൻ തുടങ്ങും. കുറച്ചു നേരത്തിൽ നാശ്ത കഴിച്ചതിന് ശേഷം ചേട്ടനും പുറത്തേക്ക് വരും. ഭക്ഷണം കഴിച്ചോ? എന്നാ വരൂ, ഞാൻ നിനക്ക് നാളികേരത്തിന്റെ തൈകൾ കാണിച്ചു തരാം. ചേട്ടൻ സന്തുവിന് തെങ്ങിന്റെ ചെടികൾ കൊടുക്കും. എന്നിട്ട് സന്തു ആ ചെടികൾ കൊണ്ടുപോയി അവന്റെ പറമ്പിൽ നടും. ഇത്തവണ ഞാൻ വളരെയധികം കഠിനാധ്വാനം ചെയ്താലേ എനിക്കൊരു വീട് പണിയാനുള്ള പണം സമാഹരിക്കാൻ കഴിയൂ. സന്തു ചെടികൾ നട്ടതിന് ശേഷം അതിന്റെ വേരിൽ ചെറിയ കുഴിയെടുത്തിട്ട് വളവും വെള്ളവും ഒഴിക്കും. അപ്പോൾ അത് പെട്ടെന്ന് വളരും. ഇപ്പൊ സന്തു എല്ലാ ദിവസവും അവന്റെ പറമ്പിൽ പോകും. എന്നിട്ട് ചെടികൾക്ക് വെള്ളമൊഴിക്കും. തെങ്ങുകളൊക്കെ നന്നായി വളരുന്നുണ്ടല്ലോ. ഇത്തവണ എന്തായാലും കൂടുതൽ നാളികേരം ലഭിക്കും. കുറച്ചു ദിവസത്തിൽ എല്ലാ മരത്തിലും കരിക്ക് വരും. ട്രക്കുകാരൊക്കെ വന്നു നാളികേരം മേടിക്കാൻ വേണ്ടിയിട്ട്. വേഗം ചെന്ന് നാളികേരം എല്ലാം പറിച്ചിട്ട് വരൂ. ഇല്ല ചേട്ടാ, ഇത്തവണ ട്രക്കുമായി വരുന്നവർക്ക് ഞാൻ നാളികേരം കൊടുക്കില്ല. അവർ നമുക്കൊരു നാളികേരത്തിന് 10 രൂപയെ തരുന്നുള്ളൂ. എന്നിട്ട് നഗരത്തിൽ പോയി കടയുടമകൾക്ക് 50 രൂപയ്ക്കാ വിൽക്കുന്നത്. ഒരു നാളികേരത്തിൽ നിന്നും അവർ 40 രൂപ ലാഭമുണ്ടാക്കുന്നെന്നോ? അതേന്നേ, വർഷം മുഴുവൻ അധ്വാനിക്കുന്നത് നമ്മളും ലാഭമുണ്ടാക്കുന്നത് മറ്റുള്ളവരും. എന്തായാലും ഈ വർഷം എനിക്ക് കൂടുതൽ പണം സമ്പാദിക്കണം. നല്ലൊരു വീടുണ്ടാക്കണം. എന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി പലിശക്കാരിൽ നിന്നും പണം കടം മേടിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നഗരത്തിലേക്ക് നാളികേരം വിൽക്കാൻ ഞാനും കൂടി വന്നാല് പിന്നെ പലിശക്കാരന്റെ അടുത്തേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ചേട്ടനും സന്തുവും അവർ രണ്ടുപേരുടെയും പറമ്പിലുള്ള കരിക്കിനെ വെട്ടും. എന്നിട്ട് ചാക്കിൽ കെട്ടി നഗരത്തിൽ കൊണ്ടുപോയി വിൽക്കും. അതിന്ന് രണ്ടുപേരും നല്ല കാശ് സമ്പാദിക്കും. കാശ് കൂട്ടി വെച്ച് സന്തു സ്വന്തമായി ഉറപ്പുള്ളൊരു വീട് കെട്ടും. ചേട്ടനും അദ്ദേഹത്തിന്റെ മകൾ സരോജിനിയുടെ കല്യാണം നടത്തും. ഇപ്പൊ ഞാൻ സ്വന്തമായൊരു വീട് നിർമ്മിച്ചു. നാരായണിയുടെ അച്ഛനോട് കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാം. സന്തു നാരായണിയുടെ വീട്ടിലേക്ക് ചെല്ലും. എന്നിട്ട് അവരുടെ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കും. ഉറപ്പുള്ള വീടുള്ള കൊണ്ട് ഇപ്പോൾ നാരായണിയുടെ അച്ഛന് അവരുടെ കല്യാണം നടത്താൻ സമ്മതമാണ്. അല്ല, എത്ര പെട്ടെന്നാണ് ഇങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിയത്? സന്തു നോക്കുമ്പോൾ അവരുടെ നാട്ടിൽ ഭീകരമായ പെരുമഴ വന്നു. എന്നിട്ട് നോക്കിയിരിക്കെ തന്നെ മഴവെള്ളം ശേഖരിക്കാൻ തുടങ്ങി. ഇനി നമ്മൾ എന്ത് ചെയ്യും? നാളെ കല്യാണ ദിവസമല്ലേ? ഇന്നാണെങ്കിൽ ഈ മഴ കാരണം നാട്ടിൽ മൊത്തം വെള്ളമാണ്. ആദ്യം സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേ. വെള്ളപ്പൊക്കം കാരണം വീടെല്ലാം മുങ്ങിപ്പോവും. നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും കല്യാണം കഴിക്കാലോ. മഴ പെയ്യുന്നത് കൂടുന്തോറും സമയവും കഴിയുകയായിരുന്നു. വെള്ളപ്പൊക്കത്തിലെ വെള്ളം വീട്ടിന്റെ ഉള്ളിലും വരാൻ തുടങ്ങി. വീടുകളും ഇടിഞ്ഞു വീഴാൻ തുടങ്ങി. ഇവിടെ നിന്ന് വേഗം പോവാം മോനെ, നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം കയറി. ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് പോവാം. ചേട്ടൻ അദ്ദേഹത്തിന്റെ മകളെയും വിളിച്ചോണ്ട് അമ്പലത്തിലേക്ക് പോകും. എല്ലാ നാട്ടുകാരും അവിടെ തന്നെ ആയിരുന്നു. അമ്പലം പക്ഷേ നാട്ടിലെ താഴ്വശത്തായിരുന്നു. പക്ഷേ എന്നിട്ടും വെള്ളപ്പൊക്കം കാരണം അവിടെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. വരൂ,
എന്റെ കൈ പിടിച്ചോളൂ. ഇവിടെ വെള്ളത്തിന് നല്ല കുത്തൊഴുക്കുണ്ട്. സന്തു അവന്റെ ജീവൻ കയ്യിലെടുത്ത് നാരായണിയെയും അവളുടെ അച്ഛനെയും വിളിച്ചോണ്ട് അമ്പലത്തിൽ ചെല്ലും. ഇപ്പോ എല്ലാ നാട്ടുകാരും വെള്ളപ്പൊക്കം കുറയാനായി കാത്തിരിക്കുകയാണ്. മെല്ലെ മെല്ലെ വെള്ളം കുറയും. പക്ഷേ നാട്ടുകാരുടെ വീട് വെള്ളത്തിനൊപ്പം ഇടിഞ്ഞു വീണു പോയി. അതുകൊണ്ട് എല്ലാവർക്കും വീടില്ലാതെ പോയി. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ്, വളരെ അധ്വാനത്തിന് ശേഷം സ്വന്തമായൊരു വീട് നിർമ്മിച്ചത്. ആ വീട് ഇന്ന് എന്റെ കൺമുമ്പിൽ വെച്ച് തകർന്നിരിക്കുന്നു. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മുടെ എല്ലാവരുടെയും വീടുകൾ വെള്ളപ്പൊക്കത്തിൽ തകർന്നുപോയി. നിങ്ങൾക്ക് മാത്രമല്ല വീട് നഷ്ടപ്പെട്ടത്. ദൈവത്തിന്റെ കൃപ കൊണ്ട് ആരുടെയും ജീവനൊരാപത്തും പറ്റിയില്ല. ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. ജീവിച്ചിരിപ്പുണ്ടല്ലോ, അതുതന്നെ ഭാഗ്യം. വീട് നമുക്ക് ഇനിയും നിർമ്മിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ തന്നെ അവിടെ നാരായണിയും അവളുടെ അച്ഛനും എത്തും. ഇപ്പൊ എനിക്ക് സ്വന്തമായൊരു വീട് പോലുമില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തരില്ലേ? ഇല്ല മോനെ, അങ്ങനെയൊന്നുമില്ല. നീ ഒരു അധ്വാനിയായ ചെറുപ്പക്കാരനാ. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നീ സ്വന്തമായി വീട് നിർമ്മിക്കും. മാത്രമല്ല, എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. നിന്നെപ്പോലെ കഠിനാധ്വാനിയായ ഒരു മരുമകനെ എനിക്ക് കിട്ടിയില്ലേ. ഈ ദുരന്തവും ആപത്തുമുള്ള കാലത്ത് നമുക്ക് ശരണം തന്ന ദൈവത്തെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചോളൂ. എല്ലാ നാട്ടുകാരും ഇപ്പോൾ അമ്പലത്തിന്റെ മുമ്പിൽ വരും. എന്നിട്ട് അയ്യപ്പസ്വാമിയുടെ പൂജയും അർച്ചനയും ചെയ്യും. അല്ലയോ സ്വാമി, അങ്ങാണ് ഞങ്ങളുടെ എല്ലാവരെയും ശരണം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ഗ്രാമവാസികളും അങ്ങയോട് നന്ദി പറയുന്നു. പക്ഷെ ഞങ്ങൾ ഇനി എത്ര കാലം ഇങ്ങനെ ജീവിക്കും? അല്ലയോ സ്വാമി, വീണ്ടും കഠിനാധ്വാനം ചെയ്താൽ ഞങ്ങൾക്ക് നല്ലൊരു വീട് നിർമ്മിക്കാം. പക്ഷെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ കൃഷിയിടങ്ങൾ നശിച്ചുപോയി. ഞങ്ങൾക്ക് രക്ഷയ്ക്കായി നീ ഒരു വഴി കാണിച്ചതാ. അപ്പോൾ ഭീകരമായ കാറ്റ് വീശാൻ തുടങ്ങും. അപ്പോൾ അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു തെങ്ങ് ഭയങ്കരമായി വീശാൻ തുടങ്ങി. അതിന് ഒരു വലിയ കരിക്ക് താഴെ വീഴും. എന്നിട്ട് അത് രണ്ടായി മുറിയും. ആ കരിക്ക് നോക്കിയിരിക്കെ തന്നെ ഒരു വലിയ ഗ്രാമമായി മാറും. അവിടെ എല്ലാവർക്കും വേണ്ടി ഓരോ വീടും ഓരോ പറമ്പും ഉണ്ടാകും. സ്വാമി വിജയിക്കട്ടെ. എനിക്കറിയാമായിരുന്നു സ്വാമി നമ്മളെ എല്ലാവരെയും ഒരിക്കലും കൈവിടില്ലെന്ന്. ഇപ്പൊ എല്ലാരും അവർക്ക് വേണ്ടിയിട്ട് ഓരോ വീട് തിരഞ്ഞെടുക്കും. എന്നിട്ട് അതിൽ താമസിക്കാൻ തുടങ്ങും. കരിക്ക് കൊണ്ടുണ്ടായ ഈ നാട്ടിൽ 4 വശത്തും വലിയ വലിയ മതിലുണ്ട്. കാരണം എപ്പോഴെങ്കിലും വെള്ളപ്പൊക്കം വന്നാൽ അതിന്റെ വെള്ളം നാട്ടിൽ വരാതിരിക്കാൻ വേണ്ടി. ഇത്തവണ ഞാൻ വയലിൽ നാളികേരത്തിനൊപ്പം ഭക്ഷ്യധാന്യങ്ങളും വളർത്തുന്നതാണ്. നാരായണിയുടെ അച്ഛൻ നാരായണിയുടെയും സന്തുവിന്റെയും കല്യാണം വളരെ ആഘോഷത്തിൽ നടത്തും. അവിടെ ആ നാട്ടിലെ എല്ലാ ആൾക്കാരും ഉണ്ടാകും.